Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, miss. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ? ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽസ്. അല്ല ഫസ്റ്റ് എന്താണ് പറഞ്ഞല്ലേ? ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം അല്ലേ പറഞ്ഞിരുന്നത്? Yes. Okay. അത് കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ? നെക്സ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യണം. Okay. Okay, first one clear ആണോ? ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത് ഫോം സി ആണ്. ഫോം സി ആണ് കുറച്ച് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ടേം ആണ് ഫോം സി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫോം സി അല്ലെങ്കിൽ സി ഫോം എന്ന് പറഞ്ഞാല് ഫോർ ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ അവിടെയുള്ള ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ആണ്. എങ്ങനെയുള്ള ഇൻപേഷ്യൻസിനാണ്? എങ്ങനെയുള്ള ഇൻപേഷ്യൻസിനായിരിക്കും? അതായത് ഫോറിൻ ആയിട്ടുള്ള ഇൻപേഷ്യൻസിന്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഒരുപാട് വിദേശ രോഗികൾ വരാറുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വരാറില്ലേ? അപ്പൊ വിദേശികൾ അല്ലെങ്കിൽ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്ന് പർട്ടിക്കുലർ കൺട്രിയിലുള്ള ആളാണെന്നാണ്, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ ഇന്ത്യയിലല്ല, ഇന്ത്യയിലെ പൗരനല്ലാത്ത ആരെയും നമുക്ക് ഫോറിനേഴ്സ് ആയിട്ട് കണക്കാക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഏത് വ്യക്തികളോ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു, നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നു, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നു, അങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യണം? അതെ, ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മുടെ കൺട്രിയുമായി, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കില്ല അദ്ദേഹം എന്ന് പറയുന്ന ആ വ്യക്തി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞുള്ള ബാക്കി ആരും, അതായത് നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാരല്ലാത്ത എല്ലാവരെയും നമ്മുടെ ഫോറിനേഴ്സ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ ആ ഫോറിനേഴ്സ് അങ്ങനെയുള്ള ഏത് വിദേശികൾ വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്താലും എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റല് നിർബന്ധമായിട്ടും ഈ ഫോം സി അല്ലെങ്കിൽ ഈ സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എവിടേക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ആരാണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫോം സിയിൽ പഠിക്കുന്നത്. ഈ സി ഫോം എന്ന് രണ്ട് രീതിയിലും പറയാം കേട്ടോ. ഫോം സി എന്ന് പറഞ്ഞാലും സി ഫോം എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. Okay. The C form for inpatients, the hospitals are legally bound to provide particulars of such foreigners in the prescribed C form to the FRRO Delhi. അപ്പൊ നമ്മുടെ hospitals are legally bound. ഇവര് നിയമപരമായി എന്തിന് ബാധ്യസ്ഥരാണ്? To provide particulars of such foreigners in the prescribed C form. അപ്പൊ ഫോറിനേഴ്സോ കാര്യങ്ങൾ ഈ വിദേശികളായിട്ടുള്ള ആളുകള് നമ്മുടെ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റോ കാര്യങ്ങൾക്കോ ആയി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് സി ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സി ഫോം കൃത്യമായിട്ട് FRRO ഡൽഹി. എന്താണ് FRRO ഡൽഹി? കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര് എവിടെയെങ്കിലും? FRRO ഡൽഹി എന്ന് പറയുന്ന ഒരു പേര്, ഇതൊരു സ്ഥാപനമാണ് അല്ലെ? കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പൊ ആ FRROയുടെ ആ ഒരു എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതെ, എന്താണ്? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളൂ. കാരണം അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളതിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ FRR എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ക്ലിയർ ആണോ? കിട്ടിയോ എല്ലാവർക്കും? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഓക്കെ. അപ്പൊ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് നിർബന്ധമായിട്ടും ഈ സി ഫോം നൽകുക എന്നുള്ളത് ആ ഹോസ്പിറ്റലിന്റെ നിയമപരമായിട്ടുള്ള
ബാധ്യതയാണ്. Then it is the duty of the hospital authority to advise the foreign patients either admitted in the hospital or taking treatment by staying outside the hospital to get himself or herself registered with the FRRO Delhi and also to send their C form. അപ്പൊ ഈ പറയുന്ന ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും, ചില ഫോറിൻ പേഷ്യൻസ് എങ്ങനെയായിരിക്കും, ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവാം അല്ലെ. അല്ലെങ്കിലോ അവര് ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവാം, പക്ഷെ അവർ താമസിക്കുന്നത് ചിലപ്പോ പുറത്ത് മറ്റെവിടെയെങ്കിലും ആവാം അല്ലെ, ഏതെങ്കിലും ഹോട്ടൽസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജുകളിലോ റിസോർട്ടുകളിലോ ഒക്കെ താമസിക്കുന്നവരുണ്ടാവാം അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ സൗകര്യങ്ങളിലേക്ക് അവർ ട്രീറ്റ്മെന്റിന് മാത്രമായിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിലും രണ്ടാണെങ്കിലും, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാവാം, അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഹോസ്പിറ്റലിൽ താമസിക്കുന്നില്ലാതുള്ളൂ, മറിച്ച് അവർ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത്, പക്ഷെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നവരാണ്. അങ്ങനെയുള്ള ഏതൊരു ഫോറിനറോടും ഹോസ്പിറ്റൽ അതോറിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അധികാരികൾ ചെയ്യേണ്ട ഒരു ചുമതലയാണ് അവരോട് അഡ്വൈസ് ചെയ്യുക, നിർദ്ദേശിക്കുക. എന്തിനു വേണ്ടി? അവർ സ്വന്തമായിട്ട് തന്നെ അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. എന്തുമായി ബന്ധപ്പെട്ട ഈ FRRO ഡൽഹിയുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ ഒരു ഫോറിനർ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് സ്വന്തമായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ C ഫോം സെൻഡ് ചെയ്യേണ്ടതും ആ ഒരു ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഏതൊരു ഫോറിനേഴ്സ് വന്നാലും അത് ഫോറിനർ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട C ഫോമുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് FRRO ഡൽഹിക്കാണ്. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ FRRO ഡൽഹിയിൽ അവരോട് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടേണ്ടതും അല്ലെങ്കിൽ നിർദ്ദേശിക്കേണ്ടതും ഹോസ്പിറ്റൽ അതോറിറ്റിയാണ്. Then, if the foreign patient or his attendant is not staying in the hospital, then also they should be advised of the necessity of sending C form through the owner of the premises or hotels where they are staying. ഇനി ഹോസ്പിറ്റൽ അല്ല അവര് ട്രീറ്റ്മെന്റ് അവര് സ്റ്റേ ചെയ്യുന്നത് വിചാരിച്ചു, ഈ ഒരു ഫോറിൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി മാത്രമോ വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അവര് ആവശ്യത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു, പോകുന്നു, അല്ലാതെ ഹോസ്പിറ്റലിൽ താമസിക്കുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? is not staying in the hospital, then also they should be advised of the necessity of sending C form. അതുപോലെ തന്നെ അവിടെയുള്ള ആർക്ക് നിർദ്ദേശം കൊടുക്കാം? ഇവർക്ക് ആ ഹോസ്പിറ്റലിൽ താമസിച്ചില്ല എങ്കിൽ പോലും ഈ C ഫോംസ് നിർബന്ധമായിട്ടും സെൻഡ് ചെയ്യേണ്ടതുണ്ട്. through the owner of the premises. ആരിലൂടെയാണ് ഈ C ഫോം സെൻഡ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ താമസിക്കുന്നില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കുമല്ലോ അവർ താമസിക്കാം അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ താമസിക്കാതെ വരുമ്പോ അവര് മറ്റെന്തെങ്കിലും ഹോട്ടലുകളിലോ റിസോർട്ടുകളിലോ അല്ലെങ്കിൽ ലോഡ്ജുകളിലോ ഒക്കെ ആയിരിക്കാം താമസിക്കുന്നത്. അപ്പൊ അവിടെ എവിടെയാണ് അവർ താമസിക്കുന്നത്? ആ താമസിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ഓണർ മുഖേന ഈ C ഫോംസ് നിർബന്ധമായിട്ടും ഈ FRRO ഡൽഹിയിലേക്ക് അയക്കാനായിട്ട് ആർക്ക് അഡ്വൈസ് അല്ലെങ്കിൽ ആർക്കാണ് ഈ ഹോസ്പിറ്റലുകാര് നിർദ്ദേശങ്ങൾ നൽകേണ്ടത്? ആ സ്ഥാപനത്തിന്റെ ഓണേഴ്സിനാണ്. ഇപ്പൊ രണ്ട് രീതിയിലാണ്. ഹോസ്പിറ്റലിലാണ് അവർ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ആ ഹോസ്പിറ്റലുകാർ അത് ചെയ്യണം. അതേസമയം അവർ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓണർമാർ മുഖേനയായിരിക്കണം ഈ ഒരു C ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ഫോറിനേഴ്സിനോട് നിർബന്ധമായിട്ടും നിർദ്ദേശിക്കേണ്ട ഒരു കാര്യമാണ് ഈ FRRO ഡൽഹിയിൽ അവർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് മിസ് ഒന്നോട് പറഞ്ഞുതരാം കേട്ടോ. Then filing the said C form is the duty of our PRO officer or in his absence is the duty of the international thus mentioned above. ഈ C form ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് PR ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അവരില്ല, അവരുടെ അബ്സെൻസ് അല്ലെങ്കിൽ അഭാവത്തിലാണെങ്കിൽ ഇന്റർനാഷണൽ ഡെസ്ക് എന്ന് പറഞ്ഞ അവരുടെ ഡ്യൂട്ടി ആയിരിക്കും. ആ ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ ഡെസ്കിന്റെ ഡ്യൂട്ടി ആയിരിക്കും ഈ ഒരു C ഫോം ഫിൽ ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ C ഫോം ഫോർ ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോം C എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അവിടെ വരുന്നത്? അതായത് ഫോറിനേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ C ഫോംസ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റല് ഇങ്ങനെ ഒരു ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ഹോസ്പിറ്റലിലെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ് C ഫോംസ് FRRO ഡൽഹിക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതില് ഹോസ്പിറ്റലിൽ ചിലപ്പോ ആ ഒരു പേഷ്യന്റ് ചിലപ്പോ സ്റ്റേ ചെയ്ത് അവിടെ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് മാത്രം വരുന്നു.
പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും നിർബന്ധമായിട്ടും ഇവരുടെ സി ഫോം എവിടെ FRRO ഡൽഹിക്ക് സബ്മിറ്റ് ചെയ്യണം. FRRO എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. നോട്ട് ചെയ്യണം കേട്ടോ. ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ FRRO ഡൽഹിയിലേക്ക് ഇവര് സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഫോറിനേഴ്സിനോട് അഡ്വൈസ് ചെയ്യുക, നിർദ്ദേശിക്കുക, ഹോസ്പിറ്റൽ അതോറിറ്റി നിർദ്ദേശിക്കേണ്ടതാണ് ഈ FRRO ഡൽഹിയുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്നും നിർദ്ദേശിക്കേണ്ടതാണ്. ഇനി ഈ ഹോസ്പിറ്റലിലല്ല അവർ സ്റ്റേ ചെയ്യുന്നത്, അവർ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ ഹോട്ടലുകളിലോ റിസോർട്ടുകളിലോ ലോഡ്ജുകളിലോ ഒക്കെയാണ് ഈ ഫോറിനേഴ്സ് താമസിക്കുന്നതെങ്കിൽ ആ ഫോറിനേഴ്സ് ഏത് സ്ഥാപനത്തിലാണോ താമസിക്കുന്നത് അതിന്റെ ഓണർ മുഖേനയാണ് ഈ സി ഫോംസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിലാണെങ്കിൽ ഈ സി ഫോം ഫയൽ ചെയ്യേണ്ടത് PRO ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി അവരുടെ അഭാവത്തിലാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ ഡെസ്കിന്റെ ചുമതലയാണ് ആ ഒരു സി ഫോം ഫയൽ ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സി ഫോം ഫോർ ഇൻപേഷ്യൻസിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർക്കാണ് ഈ സി ഫോം, അതായത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അതുപോലെ സി ഫോം അല്ലെങ്കിൽ FRRO ഡൽഹിയുടെ എക്സ്പാൻഡ് ഫോംസ് ചോദിക്കാറുണ്ട്. FRROയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതിന് 2 ക്വസ്റ്റ്യൻസ് വരാം. ദെൻ അടുത്തതായിട്ട് ചോദിക്കാവുന്നത് ഇപ്പൊ ഈ പറയുന്ന സി ഫോംസ്, അതായത് ഇപ്പോ ഹോസ്പിറ്റലല്ല അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ മറ്റേത് സ്ഥാപനത്തിലാണോ ഇരിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ ഓണർ ആണെന്ന് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ ആരാ ചെയ്യേണ്ടത്, അല്ല മറ്റേതെങ്കിലും റിവൈസസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്, അത്രയും മനസ്സിലാക്കിയാൽ മതി. FRRO നോടിയോ? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മിസ് നെക്സ്റ്റ് പറയാണ് കേട്ടോ. When should a host submit a C form? ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ആതിഥേയത്വം വഹിക്കുന്ന ആളുകള് ഈ സി ഫോംസ് സബ്മിറ്റ് ചെയ്യേണ്ടത്? Any person hosting a foreign guest for monetary consideration in India, even for a few hours, should submit C form. Underline ചെയ്തിട്ട് ഒരു സെന്റൻസ്. Any person hosting a foreign guest, അതായത് ഏതൊരു വ്യക്തിയും അതായത് ഒരു ഫോറിൻ ഗസ്റ്റിന് അല്ലെങ്കിൽ ഒരു വിദേശ വ്യക്തിക്ക് എപ്പോഴൊക്കെയാണ് monetary consideration in India. നമ്മൾ ഈ വിദേശ രോഗികളെ എന്തിനു വേണ്ടിയാണ് കൂടുതലും നമ്മൾ താമസിപ്പിക്കാറ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വെറുതെ ഇപ്പൊ ഒരുപാട് എന്താണ് ഹോം സ്റ്റേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തിനാ നമ്മൾ അവരെയൊക്കെ താമസിപ്പിക്കുന്നത്? ഒരു ഹോം സ്റ്റേ പോലെയൊക്കെ താമസിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് കാര്യത്തിന്? എന്ത് കിട്ടാൻ വേണ്ടിയാണ്? നമുക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ? അതെ, ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ ചെയ്യുന്ന ഓരോരുത്തർക്കും പണത്തിന്റെ കാര്യമായിട്ട് അല്ലെ? ഇപ്പൊ അവര് വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും അവര് താമസിപ്പിച്ചാലും നല്ല റെന്റ് കിട്ടും നമുക്ക് അല്ലെ? അങ്ങനെ monetary consideration പണപരമായിട്ടുള്ള പരിഗണനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഫോറിൻ ഗസ്റ്റിനെ അല്ലെങ്കിൽ ഒരു വിദേശ അതിഥിയെ ആതിഥേയത്വം വഹിക്കുന്ന ഏതൊരു വ്യക്തി
ചെയ്യും. ഇവൻ ഫോർ എ ഫ്യൂ അവേഴ്സ്, ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളെ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നുള്ളൂ, താമസിപ്പിക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ പോലും അവര് സി ഫോം സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനി പേഴ്സൺ ഹോസ്റ്റിംഗ് എ ഫോറിൻ ഗസ്റ്റ്, ഏതൊരു വ്യക്തിയും ആർക്ക്, വിദേശ രോഗികൾക്ക് അല്ലെങ്കിൽ വിദേശ വ്യക്തികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഫോർ മോണിറ്ററി കൺസിഡറേഷൻ, എന്തിനാ അവർ ആതിഥേയത്വം വഹിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അക്കോമഡേഷൻ കാര്യങ്ങൾ കൊടുക്കുന്നത്, പണപരമായിട്ടുള്ള കൺസിഡറേഷൻ പ്രകാരം അല്ലെ, പണത്തിന് വേണ്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയില് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആതിഥേയത്വം വഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഫോറിൻ ഗസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റേയിൽ വന്നിട്ടുണ്ടാവുള്ളൂ. എന്നാൽ പോലും അവര് സി ഫോംസ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. അതൊരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ചോദിക്കാറുള്ളതാണ്. Then the separation of C forms and maintenance of guest registers stems from the Foreigners Act 1946 and Registration of Foreigners Rules 1992. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. The submission of C form, C forms സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക. അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മെയിന്റനൻസ് അല്ലെങ്കിൽ അത് പരിപാലിക്കുക മുതലായ കാര്യങ്ങളൊക്കെ stems from the Foreigners Act 1946, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992 നിന്നുമാണ്. ഇങ്ങനെയുള്ള രണ്ട് നിയമങ്ങൾ, ഫോറിനേഴ്സ് ആക്ട് 1946 അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ് 1992, ഇങ്ങനെയുള്ള ഇവ രണ്ടിൽ നിന്നുമാണ് ഈ ഒരു സി ഫോംസ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഫോറിനേഴ്സ് ആക്ട് 1946 എന്തായിരിക്കും പറയാ, എന്തായിരിക്കും ഫോറിനേഴ്സ് ആക്ട് 1946 പറയുന്നത്, എന്തായിരിക്കാം ആ ഒരു നിയമത്തിൽ നിന്ന്? അപ്പൊ നമുക്കറിയില്ലേ, ഇത് സെൻട്രൽ ഗവൺമെന്റിന് എംപവർ ചെയ്യുന്ന ഒരു നിയമമാണ്. അപ്പൊ അതിലെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, അതിന് എന്തായിരിക്കും ആ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുക, എന്തായിരിക്കാം ഫോറിനേഴ്സ് ആക്ട് എന്ന് പറയുമ്പോ? ഫോറിനേഴ്സിന്റെ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള എൻട്രി, അവരുടെ നമ്മുടെ ഇന്ത്യയിലെ പ്രസൻസ് അല്ലെ, താമസം, അതുപോലെ തന്നെ അവർക്ക് ഇവിടേക്ക് വരാനുള്ള ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമാണ് ഈ ഒരു ഫോറിനേഴ്സ് ആക്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഫോറിനേഴ്സ് ആക്ടില് ഫോറിനർ എന്നതുകൊണ്ട് ഈ ഒരു നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പൗരനല്ലാത്ത ഏതൊരു വ്യക്തിയെയും നമുക്ക് ഫോറിനർ ആയിട്ട് കണക്കാക്കാം. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഏത് ഫോറിനർ ആണെങ്കിലും ഇതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർ നിർബന്ധമായിട്ടും അവര് എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം, ഈ FRROയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനനുസരിച്ച് അവരുടെ ID പ്രൂഫും കാര്യങ്ങളും പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്ത് നിർബന്ധമായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഈ സി ഫോംസ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഇവരുടെ വരവും പോക്കും നമ്മുടെ താമസവുമായി ബന്ധപ്പെട്ട ഫോറിനേഴ്സിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് ഫോറിനേഴ്സ് ആക്ട് 1946 എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് എന്ത് കൊടുക്കുന്നു, ഈ ഒരു ആക്ട് പ്രകാരം ഒരു അധികാരം കൊടുക്കുകയാണ്. അപ്പൊ ഇവരുടെ എന്താണ് ഈ ഫോറിനേഴ്സിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടും അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ വരുത്താനായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു അധികാരം കൊടുക്കുന്ന നിയമമാണ് ഫോറിനേഴ്സ് ആക്ട് 1946. ക്ലിയർ ആണോ? ഫോറിനേഴ്സ് ആക്ട് ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. എന്താണ് ഫോറിനേഴ്സ് ആക്ട് എന്നൊന്നും ചോദിക്കാറില്ല. ഇവ രണ്ടിൽ നിന്നുമാണ് ഈ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യണം, അതുപോലെ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വന്നിരിക്കുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ ഫോറിനേഴ്സ് ആക്ട്? ഓക്കെ, അടുത്തതാണ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ്. രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസിൽ പറയുന്നത്, അതായത് ഇപ്പൊ ഇത്ര ദിവസം ഇപ്പൊ ഒരു ഫോറിനർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ
ഇവിടെ പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മുടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ അവിടെ നിന്ന് വരുന്ന, അതുപോലെ ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ 24 hours ഈ FRRൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. ഒരു സമയപരിധി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയപരിധിക്കുള്ളിൽ FRR രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ 7 ദിവസങ്ങൾ വരെയും 7 ദിവസം വരെയൊക്കെ സമയപരിധി കൊടുക്കാറുണ്ട്. അതല്ല എങ്കിൽ അല്ലാത്ത മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ 180 ദിവസമാണ് സമയം. ആ ഒരു 180 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് ഇവരത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവിടെയും എക്സ്പെക്ഷൻസ് ഉണ്ട്. 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ, കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ രജിസ്ട്രേഷൻ നിർബന്ധമില്ല. അങ്ങനെയുള്ള കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂൾസിലൂടെ പറയുന്നുണ്ട്. അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള നാഷണാലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്കും ഇതുപോലെ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്യണം. അത് ഓരോ നാഷണാലിറ്റി അവരുടെ ഏത് രാജ്യമാണ് അതിനനുസരിച്ചാണ് അത് വ്യത്യാസം വരിക കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂളിൽ പറയുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഫോറിനേഴ്സ് ആക്ട് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഓഫ് റൂൾ പ്രകാരം ഈ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്തിനു വേണ്ടി ആയിരിക്കും ഈ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെയുള്ള രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്? വെറുതെ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്? വെറുതെ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്? ഒരാവശ്യമില്ലാതെ വെറുതെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇതിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ. എന്താണ് അവിടുത്തെ പർപ്പസ് ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അപ്പൊ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുക അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫോറിനേഴ്സ് എവിടെയാണ് താമസിക്കുന്നത്? അപ്പൊ ഒരു ഫോറിനർ ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാതെ താമസിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ ഒരു നിയമം പാലിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യണം, അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു സബ്മിഷൻ ഓഫ് സി ഫോം ആൻഡ് ഗസ്റ്റ് രജിസ്റ്റേഴ്സിന്റെ മെയിന്റനൻസ് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഫോറിനേഴ്സ് ആക്ട് 1946, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992 നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. These requirements extends across India. ഈ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന നിയമമാണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു നിയമമല്ല. ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമ സംഹിതയാണ് ഈ ഒരു ഫോറിനേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് അപ്ലൈ ടു ഓൾ പേഴ്സൺസ് ഹു അക്കോമഡേറ്റ് ഫോറിൻ ഗസ്റ്റ് ഫോർ മോണിറ്ററി കൺസിഡറേഷൻ. അതുപോലെ തന്നെ പണപരമായിട്ടുള്ള പരിഗണനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഒരു ഫോറിൻ ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താമസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു നിയമങ്ങളും ഈ പറയുന്ന ഗസ്റ്റ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സി ഫോം സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഏതൊരു വ്യക്തിക്കും ബാധകമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫോറിൻ ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഈ താമസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ബാധ്യതയുണ്ട്. ആൻഡ് ഇൻക്ലൂഡിംഗ് ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസസ്, ലോഡ്ജിംഗ് ഹൗസസ് എക്സെട്ര. ഇവിടെ നമുക്കറിയാം, അപ്പൊ ഹോസ്പിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽസിൽ ചിലപ്പോൾ അവർ താമസിക്കാറുണ്ട്, ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കാറുണ്ട്, ലോഡ്ജിംഗ് ഹൗസുകളിൽ താമസിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു സ്ഥാപനത്തിലും ഈ പറയുന്ന ഫോറിൻ ഗസ്റ്റിനെ അവർ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കെല്ലാം ഈ പറയുന്ന സി ഫോംസുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ അവരുടെ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബാധ്യതയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് അപ്ലിക്കബിൾ ആണ്. Then the C-form mechanism helps the authorities locate and track foreigners in India to enhance security and safety. ഈ ഒരു സി ഫോം മെക്കാനിസത്തിലൂടെ നമുക്ക് നമ്മുടെ ഹെൽത്ത് അതോറിറ്റി, നമ്മുടെ അധികാരികൾക്ക് ലൊക്കേറ്റ് ആൻഡ് ട്രാക്ക് ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഫോറിനേഴ്സ് താമസിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നു. അതിലൂടെ നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും സാധിക്കും. Then failure to comply with the reporting requirements
requirements could result in fines and imprisonment of up to 5 years. ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾ പാലിക്കാതെ വന്നാൽ, അല്ലെ, പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ the requirements could result in fines and imprisonment of up to 5 years. അവിടെ എന്ത് ചെയ്യാം? പിഴകളോ ശിക്ഷകളോ, അതായത് 5 വർഷം വരെയും ശിക്ഷ കിട്ടാനുള്ള ഒരു വ്യവസ്ഥിതി കൂടിയാണ് ഈ ഒരു നിയമങ്ങൾ പാലിക്കാത്തതിന് എന്നുള്ളത്. ഈ ഒരു how can get a C form? എനിക്ക് എങ്ങനെ നമുക്കൊരു C form ലഭ്യമാകും? C form for address proof in India, please visit. ഈ ഒരു വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ആ ഒരു C form എന്ത് ചെയ്യാൻ പറ്റും? ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഹോസ്റ്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് C form? ഏതൊരു വ്യക്തിയും, അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു ഫോറിനറിനെ നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റിംഗ് നടത്തിയാൽ ആദ്യമായിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു കുറച്ച് മണിക്കൂറുകളാണ് നമ്മളിവിടെ നിന്ന് എന്നുള്ള പരിഗണനയൊന്നും വെക്കാതെ തന്നെ നമ്മൾ ആ ഒരു C form ഏതൊരു വ്യക്തിയും സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു C ഫോംസിന്റെ സബ്മിഷനും അതുപോലെ രജിസ്റ്റേഴ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഫോറിനേഴ്സ് ആക്ട് 1946 നിന്നും രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992 നിന്നുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യയിലുടനീളം ബാധകമാണ്. ഇത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോട്ടലിലെയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസിലെയോ അല്ലെങ്കിൽ ഒരു ലോഡ്ജിംഗ് ഹൗസിലോ അങ്ങനെയൊക്കെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ പോലും അതിന്റെ എല്ലാ വ്യക്തികൾക്കും, അതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമങ്ങൾ ഒരുപോലെ ബാധകമായിരിക്കും. അവരിതുപോലെ നിർബന്ധമായിട്ടും C ഫോംസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു C ഫോം മെക്കാനിസം വഴി നമ്മുടെ അതോറിറ്റികൾക്ക് കൃത്യമായിട്ട് ഈ ഫോറിനേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയും ഉറപ്പുവരുത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള C ഫോംസുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവിടെ എന്ത് ഈടാക്കും? പിഴയും അതുപോലെ 5 വർഷം വരെ ശിക്ഷയും ചിലപ്പോൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലിങ്കിലൂടെ നമുക്ക് C ഫോംസ് എന്ത് ചെയ്യാൻ പറ്റും? സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടാ. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? C ഫോം ഓക്കെ. അടുത്തതിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ കൺസേൺ ഫോം. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? മെഡിക്കൽ കൺസേൺ ഫോം സമ്മതപത്രങ്ങള് ഉണ്ട്. Medical consent form the main purpose of the informed consent process is to protect the patient. Underline the main purpose of the informed consent. Informed consent process. Informed consent information surgery treatment information അല്ലെങ്കിൽ ഒരു പുതിയ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകാര് നമുക്ക് അതിന്റെ പൂർണ്ണമായ ഇൻഫർമേഷൻസ് തരണം, അല്ലെ? അതിന്റെ എല്ലാ വശങ്ങളും, അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് ഇന്ന ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്, എന്നാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവും.
ഇല്ലേ? എല്ലാ ബെനിഫിറ്റ്സ് തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ചെറിയ രീതിയിൽ ചിലപ്പോ പല രീതിയിലെ ബുദ്ധിമുട്ടുകൾ, സൈഡ് എഫക്ട്സ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാം. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പറഞ്ഞത് പോസിറ്റീവായ വശങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ കൺസേൺ വേണ്ട വ്യക്തികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ പൂർണ്ണമായ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ അത് പാലിക്കേണ്ട ഒരു കാര്യമാണ്, നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. കൺസേൺ, ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻസ് തന്നാണ് നമ്മൾ ഇതിന് സമ്മതം വാങ്ങേണ്ടത്. അല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരണം. അതിനനുസരിച്ച് ആ പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ ആരാണോ റിലേറ്റീവ് ആണോ ആരാണോ എന്താണ് ഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അവരിൽ നിന്നുള്ള കൺസേൺ അല്ലെങ്കിൽ ആ ഒരു സമ്മതം വാങ്ങിയിട്ട് വേണം നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ഈ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് തരുന്നു, നമ്മളിൽ നിന്ന് അവർ സമ്മതം വാങ്ങുന്നു. ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇസ് ടു പ്രൊട്ടക്ട് ദ പേഷ്യന്റ് എന്ന് പറയുന്നത് പേഷ്യന്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്, അല്ലെ? ഒരു ട്രീറ്റ്മെന്റ്, അതായത് പേഷ്യന്റിന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ നിർബന്ധ പ്രകാരമല്ല ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു കീറിമുറിക്കുക അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യണമെങ്കിൽ അത് നമ്മുടെ സമ്മതപ്രകാരമായിരിക്കണം, അല്ലെ? അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മറ്റൊരാളാണ് ഇത് തീരുമാനിക്കുന്നതെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തൂടെ, അല്ലെ? ഇത് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ ഒരു സമ്മതം അവിടെ ആവശ്യമില്ല എങ്കിൽ മറ്റൊരു വ്യക്തി പറയുന്നത് കേട്ട് നമുക്ക് നമ്മുടെ ബോഡി സർജറി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെന്റ് എടുക്കാനോ പാടില്ല. അപ്പൊ അതിന് പകരം ആ പേഷ്യന്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രക്രിയയാണ്. ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ പേഷ്യന്റിന് ചിലപ്പോ ബോധാവസ്ഥയിലല്ല, അവർക്ക് കൺസമ്മതം നൽകാൻ പറ്റില്ല എങ്കിൽ അവരുടെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളാരാണോ അവരിൽ നിന്ന് ബന്ധപ്പെട്ട സമ്മതം വാങ്ങിയിട്ടായിരിക്കണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ഈ ഇൻഫോംഡ് കൺസേൺ. അല്ലെങ്കിൽ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പേഷ്യന്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. Then a consent form is a legal document that ensures an ongoing communication process between you and your health care provider. ഈ ഒരു മെഡിക്കൽ കൺസേൺ ഫോം അല്ലെങ്കിൽ ഈ ഒരു സമ്മതപത്രം എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, ഒരു നിയമപരമായിട്ടുള്ള. അതും ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അങ്ങനെ 2 പോയിന്റ്സ് ഇതിൽ പറയുന്നുള്ളൂ. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. that ensures an ongoing communication process between you and your health care provider. അതായത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്, അല്ലെ? ഒരു ആശയവിനിമയമല്ലേ നടക്കുന്നത്. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസേൺ തന്നെ എങ്ങനെയാ നമ്മളോട് അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഒരു ആശയവിനിമയം നടത്തിയിട്ടല്ലേ നമുക്ക് ആ ഒരു സമ്മതം നമ്മൾ കൊടുക്കുന്നത്. അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നമ്മളും നമ്മുടെ നമുക്ക് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം നൽകുന്ന വ്യക്തികളും തമ്മിൽ നടക്കുന്ന ഒരു ആശയവിനിമയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് കൺസേൺ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു കൺസേൺ ഫോം എന്ന് പറഞ്ഞാൽ ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, ഒരു നിയമപരമായിട്ടുള്ള രേഖയാണ്. ഇത് എന്ത് ഉറപ്പുവരുത്തുന്ന നിയമപരമായിട്ടുള്ള രേഖ? ദാറ്റ് എൻഷുവേഴ്സ് ആൻ ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ, നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളും നമുക്ക് ഹെൽത്ത് കെയർസ് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം തരുന്ന ആളുകളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയവിനിമയ പ്രക്രിയ ഉറപ്പുവരുത്തുന്ന ഒരു നിയമപരമായ രേഖയാണ് കൺസേൺ ഫോം. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യേണ്ട, നമ്മൾ ആ ഒരു സമ്മതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവരാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. എന്തിലൂടെ? കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് തന്ന് അതിൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സമ്മതം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. ഈ ഒരു രേഖയിലൂടെ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ക്ലിയർ ആണോ? മെഡിക്കൽ കൺസേൺ ഫോം ഓക്കെ ആണോ? ഓക്കെ, ഇനിയുള്ളത് അതിന്റെ ഒരു ഫോമാറ്റാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഫോമാറ്റ് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് ഒരു മോഡൽ കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ മെഡിക്കൽ കൺസേൺ ഫോമിന്റെ ഫോമാറ്റ് ആണ്. നോക്കി, ആരാണോ ചെയ്തവരാണെങ്കിൽ അറിയാൻ പറ്റും. ആരാണോ മെഡിക്കൽ കൺസേൺ ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ പേര്, അതുപോലെ അവർ എന്ത് ജനിച്ചു, അവര് എന്താണ് അവരുടെ പേര്, അതുപോലെ അവർ എന്തിനു വേണ്ടിയിട്ടുള്ള കൺസേൺ ആണ് കൊടുക്കുന്നത്, അണ്ടർ ദ കെയർ ഓഫ് ആരുടെ കെയർ ഓഫിലാണ് അവർ പരിചരണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഏത് സ്റ്റേറ്റില് ഏത് സിറ്റിയിലാണ് ആ ഒരു സ്ഥാപനം
സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതിനു വേണ്ടി ഇപ്പൊ ഒരു എക്സ്റേ എക്സാമിനേഷൻ ആണോ നമ്മൾ ആ ഒരു കൺസേൺ കൊടുക്കുന്നത്, അനസ്തെറ്റിക് ചെയ്യാനാണോ, മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ ഒരു ഡെന്റൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണോ, ഹോസ്പിറ്റൽ പരിചരണത്തിന് വേണ്ടിയാണോ, ഈ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ ഒരു കൺസേൺ കൊടുക്കുന്നത്, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഏതാണ്, അതിന്റെ പോളിസി നമ്പർ എത്രയാണ്, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് അത് അവൈലബിൾ അവർക്കുണ്ട് എങ്കിൽ അത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ the undersigned shall be liable and agrees to pay all costs and expenses incurred in connection with such medical and dental services rendered. ഇവര് തരുന്ന മെഡിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഡെന്റൽ സർവീസോ ഏതാണ് നമ്മൾ എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റുകളും ചിലവുകളും എക്സ്പെൻസുകളും ഒക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, വീട്ടിക്കൊള്ളാം. അപ്പൊ ഈ താഴെ സൈൻ ചെയ്യുന്ന വ്യക്തി ആരാണോ, താഴെ സൈൻ ചെയ്തിട്ടുള്ള ഏത് വ്യക്തിയാണോ അവരാണ് അതിന് ബാധ്യസ്ഥനായിട്ടുള്ളത്. ഈ പറയുന്ന മെഡിക്കൽ സർവീസുകൾ എടുക്കാൻ വേണ്ടി നമുക്ക് എത്രയൊക്കെ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് ചെലവാകുന്നുണ്ടോ അതെല്ലാം അവര് തന്നെ വഹിച്ചുകൊള്ളാം, അല്ലെങ്കിൽ അതിന് ബാധ്യസ്ഥത ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ അത് വഹിച്ചുകൊള്ളാം എന്നാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഷുഡ് ബി നെസസിറ്റി ഫോർ ദ അണ്ടർസൈൻഡ് ടു റിട്ടേൺ ഹോം, ദ അണ്ടർസൈൻഡ് ഷാൽ അസ്യൂം ഓൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതോടൊപ്പം തന്നെ ഇപ്പൊ അവർക്ക് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിക്കാം. അങ്ങനെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് അല്ലെങ്കിൽ ചിലവുകളും ഇവര് തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സൈൻ ചെയ്യുന്ന വ്യക്തി ആരാണോ അവര്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓതറൈസേഷൻ ഈസ് എഫക്റ്റീവ് ഫ്രം, ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ ഒരു അനുമതി നമ്മൾ നൽകുന്നത് എന്ന് മുതൽ എന്ന് വരെ കൃത്യമായിട്ട് അവർ ടൈം പറയണം. ഇന്ന സമയം മുതൽ ഇന്ന ദിവസം വരെ, അല്ലെങ്കിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ. നെയിം ഓഫ് പാരന്റ് ഓഫ് ലീഗൽ ഗാർഡിയൻ, അവരുടെ നെയിം ഏതാണോ അത് ആ ഒരു വ്യക്തിയുടെ പാരന്റോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുന്നു, അവരുടെ സിഗ്നേച്ചർ സൈൻ ചെയ്യുന്നു. അതുപോലെ അതിനു വേണ്ടി ഒരു സാക്ഷി ഉണ്ടാവും, വിറ്റ്നസ് നെയിം ആരാണോ അത് സാക്ഷിയായിട്ട് ഉൾപ്പെടുന്നത്, അവരുടെ പേര്, അവരുടെ ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെഡിക്കൽ കൺസേൺ ഫോം. ജസ്റ്റ് ഒരു മോഡൽ തന്നിരിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കൺസേൺ ഫോമിന്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. എന്താണ് ഒരു മെഡിക്കൽ കൺസേൺ ഫോം, അത് എന്താണ് അതിന്റെ മെയിൻ പർപ്പസ്, അത് നമുക്ക് നോക്കാം കേട്ടോ. അതാണ് ചോദിക്കാറ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് സമ്മറി. ഇത് കണ്ടു കാണുമല്ലോ അല്ലെ? ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ കിട്ടുന്ന സാധനമാണ് അല്ലെ? ഡിസ്ചാർജ് സമ്മറി. ഇനി ഡിസ്ചാർജ് സമ്മറിയാണ് ലാസ്റ്റ് വൺ കേട്ടോ. നമുക്ക് ഈ ഒരു 4 പഠിക്കാനുള്ളൂ. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല് is a handover document that explains to any other healthcare professional why the patient was admitted, what has happened to them in the hospital, and all the information that they need to pick up the care of that patient quickly and effectively. അണ്ടർലൈൻ ചെയ്തിട്ടോ ഔട്ട് സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടോ ചോദിക്കാറുണ്ട്. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ്, ഒരു കൈമാറ്റം ചെയ്യുന്ന രേഖയാണ് അല്ലെ? ഒരു ലീഗൽ ഡോക്യുമെന്റ് ഏതായിരുന്നു ഒരു ലീഗൽ ഡോക്യുമെന്റ്? ലീഗൽ ഡോക്യുമെന്റ് ഏതായിരുന്നു? ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ഉള്ളൂ, മറന്നുപോയോ? കൺസേൺ ഫോം അല്ലെ? മെഡിക്കൽ കൺസേൺ ഫോം ആണ് ലീഗൽ ഡോക്യുമെന്റ്. എന്നാൽ ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ അതൊരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ് ഇല്ലേ? നമ്മൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് കൈമാറ്റം ചെയ്ത് തരുന്ന ഒരു ഡോക്യുമെന്റ് അല്ലേ? അവിടെ വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ അതിന്റെ ഒരു കോപ്പിയോടെ വെക്കും, ശരിയാണ്. ഒരു കോപ്പി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ തന്നുവിടുന്നില്ലേ? എന്തിനു വേണ്ടി അത് തന്നുവിടുന്നേ? എന്തിനു വേണ്ടി തന്നുവിടുന്നത് നമ്മുടെ കയ്യിൽ? നമുക്ക് അവിടെ കൊണ്ടുപോയി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാനാണോ? ആണോ? നമുക്ക് എന്തിനു വേണ്ടിയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഒരു ഡോക്യുമെന്റ് തന്നുവിടുന്നത്? എന്തെങ്കിലും ആവശ്യം വരാറുണ്ടോ ഈ ഒരു ഡോക്യുമെന്റിന്റെ? ഫോളോ അപ്പുകൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന അതെ ഫണ്ട് ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ അല്ലെ, ഇനി നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നി, നമുക്ക് ഇനി വേറൊരു ട്രീറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു മെഡിക്കൽ ഡോക്യുമെന്റ് തരാൻ ഈ ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് സമ്മറി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് സമ്മറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഈ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും
അല്ലെ? കാരണം എന്തുകൊണ്ടാ? നമുക്ക് മുൻപ് കിട്ടിയിരുന്ന എല്ലാ ട്രീറ്റ്മെന്റിന്റെയും മെഡിസിൻസിന്റെ അങ്ങനെയുള്ള എല്ലാ വിശദീകരണങ്ങളും ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി അവിടെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും തുടരാനായിട്ട് പറ്റും അല്ലെ? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് എക്സ്പ്ലെയിൻസ് ടു എനി അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വൈ ദ പേഷ്യന്റ്, അതായത് ഇത് മറ്റേതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വായിച്ചാലും ഇത് എന്ത് വിശദീകരിക്കുന്നുണ്ട്? ഈ ഒരു ഡിസ്ചാർജ് സമ്മറി, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് സമ്മറി എടുത്ത് ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നോക്കിയാലും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും? വൈ ദ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്, എന്തിനു വേണ്ടിയാണ് ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയത്, വാട്ട് ഹാസ് ഹാപ്പൻ ടു ദം ഇൻ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കും അല്ലെ? അങ്ങനെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു കഴിഞ്ഞപ്പോ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവർക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടായത്. ആൻഡ് ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ദേ നീഡ് ടു പിക്ക് അപ്പ് ദ കെയർ ഓഫ് ദാറ്റ് പേഷ്യന്റ് ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി, വളരെ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും അവർക്ക് പരിചരണം കൊടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായി വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് സമ്മറി വാങ്ങിക്കുന്ന ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനും എന്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും? ആ ഒരു പേഷ്യന്റിന്റെ അഡ്മിറ്റ് ചെയ്ത സമയം എന്തിനു വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തു, ആ ഹോസ്പിറ്റലിൽ വെച്ച് അവർക്ക് ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ കൊടുത്തപ്പോ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, ഇനി അവർക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആവശ്യമാണോ ആ ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസ്ചാർജ് സമ്മറി മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നോക്കി 6 components ഓഫ് എ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി. ഇതും ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറിയിലെ പ്രധാനപ്പെട്ട 6 കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് താഴെ പറയുന്നവ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്തുകൊണ്ടാണ് അവർ ആ ഒരു ആശുപത്രിയിൽ എത്താനുള്ള ഒരു കാരണം അല്ലെ? ഒരു റീസൺ ഇല്ലാതെ നമ്മൾ വെറുതെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവില്ലല്ലോ. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ എത്തിയതിന്റെ റീസൺ അല്ലെങ്കിൽ എത്താനുള്ള ഒരു കാരണം എന്താണ്? ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യൻസ് പ്രൈമറി പ്രസന്റിംഗ് കണ്ടീഷൻ. അപ്പൊ നിലവിൽ അവർ അതായത് അവരെ ആദ്യം ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും വിശദീകരിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തേത് എന്താണ്? റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ എത്താനുള്ള ആ ഒരു കാരണം എന്താണ്, ആ ഹോസ്പിറ്റലിൽ അവരെ എത്തിച്ച സമയത്ത് അവരുടെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും അതിൽ വിശദീകരിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തത് സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. ഇപ്പൊ നമ്മൾ ഒരുപാട് ലബോറട്ടറി ടെസ്റ്റുകൾ മുതലായ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റുകളുമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ടാവും. പേഷ്യൻസ് ഡിസ്ചാർജ് കണ്ടീഷൻ, ഇനി പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയായിരുന്നു അത് വിവരിക്കുന്നു. ആൻഡ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻസ് ആസ് അപ്രോപ്രിയേറ്റ്, പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും കൊടുത്തിട്ടുള്ള ഉചിതമായിട്ടുള്ള ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡിങ് ഫിസിഷ്യൻ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഫിസിഷ്യന്റെ അറ്റൻഡിങ് ഫിസിഷ്യന്റെ സിഗ്നേച്ചർ, ആരാണോ ഏത് ഫിസിഷ്യനാണോ അവരെ നോക്കിക്കൊണ്ടിരുന്നത് അവരുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറിയിലുള്ള കമ്പോണൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാരണം, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതും വിവരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ, പലതരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമ്മൾ എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് അത് വിവരിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുണ്ടായിരിക്കും. പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് അത് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻസ്, പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ഇപ്പൊ ചിലവരോട് പറയാറുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യണം, അങ്ങനെ ഫിസിയോതെറാപ്പികൾ ചെയ്യണം, അങ്ങനെ എക്സസൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഏത് ഫിസിഷ്യൻ ആണോ അവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ ഫിസിഷ്യന്റെ സിഗ്നേച്ചറും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? 6 കമ്പോണൻസ്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ ഫോമാറ്റ് ആണ് കേട്ടോ.
അതും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു മോഡല് പോലെ കൊടുത്തിരിക്കുന്നു കേട്ടോ. അതിലെ ഫോർമാറ്റ് ഓഫ് ഡിസ്ചാർജ് സമ്മറി, അതിലെ ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിന്റെ ലോഗോയും നെയിമും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഡിസ്ചാർജ് സമ്മറി എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ഏത് ഫെസിലിറ്റി ആണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര്, ഏത് ഫെസിലിറ്റി ആണ്, പേഷ്യന്റിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് ദിവസമാണ് നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത്, അതുപോലെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അവർ എന്ന് അഡ്മിഷൻ എടുത്തു, എന്ന് അവിടെ ഡിസ്ചാർജ് ചെയ്തു, അതിലേക്ക് ഡേറ്റ് പരാമർശിക്കും. അതുപോലെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമ്മുടെ നമ്പറിട്ട് ഓരോന്നും പ്രത്യേകമായിട്ട് എഴുതി വെക്കും. അവർക്ക് കൊടുത്ത പ്രൊസീജിയേഴ്സ്, തെറാപ്പികള്, കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്, പേഷ്യൻസിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ലാബുമായി ബന്ധപ്പെട്ട ഫൈൻഡിങ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും. ദെൻ ഡിസ്പോസിഷൻ, അതായത് ആ ഒരു നിലവില് അവരുടെ ആ ഒരു സ്വഭാവം, ആ ഒരു രോഗത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ടു, ചിലപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കാണ് ഡിസ്ചാർജിലേക്ക് പോകുന്നതെങ്കിൽ അങ്ങനെ ഡിസ്ചാർജ് ടു എങ്ങോട്ടേക്കാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പേരായിരിക്കും എഴുതുക. ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡയറ്റ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവരോട് പറഞ്ഞിരിക്കുന്നത്, ഫോളോ അപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ DME, എന്താണ് DME, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ദെൻ ഹോം ഹെൽത്ത് സർവീസസ്, അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ടാവും. ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും. ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് ആണ് കേട്ടോ. അത് ഫോളോ അപ്പ് അപ്രോപ്രിയേറ്റ് ആണ്. എന്താണ് ഫോളോ അപ്പ്, ഉചിതമായിട്ട് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഡിസ്ചാർജ് സമ്മറി എന്താണ്? ഡിസ്ചാർജ് സമ്മറി നോക്കാം. അതിന്റെ 6 കമ്പോണൻസ് നോക്കണം കേട്ടോ. 4 എണ്ണമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ് 6th ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ഭാഗവും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഒരു മറ്റ് ഫോർമാറ്റുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ തന്നിരിക്കുന്നതാണ്. മറ്റു ഭാഗങ്ങളും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ ആണോ? അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണ്. നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മിസ് 8th ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ പ്ലാനിങ്. ഹോസ്പിറ്റൽ പ്ലാനിങ് ആണ് എടുക്കുന്നത്. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്. ഹോസ്പിറ്റൽ പ്ലാനിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീടുകളൊക്കെ നമ്മൾ എന്താണ്, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആസൂത്രണങ്ങൾ അല്ലെങ്കിൽ പ്ലാനിങ് നടത്തേണ്ട ഒരു ഇടമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യുന്നത് മുതൽ അതൊരു പ്രവർത്തനക്ഷമമാകുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പേജ് നമ്പർ മിസ്സിന്റെ ഇല്ല കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്ലാനിങ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുപാട് ആസൂത്രണങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്തൊരു കാര്യം, ഹോസ്പിറ്റലിൽ ഒരു പുതിയ സർവീസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തന്നെ ബിൽഡ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്ലാനിങ് നടക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചിന്ത ആരംഭിക്കുന്നത് മുതൽ എന്തൊക്കെ പ്ലാനിങ് വേണോ, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്ത് അത് പ്രവർത്തനക്ഷമമാകുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ അതിന്റെ ഇടയിൽ നടക്കുന്നത്. അത് ഓരോന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും അതാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഓരോരോ മെത്തേഡുകൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം, എങ്ങനെ നമുക്കത് കൊണ്ടുവരാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് കേട്ടോ. നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നോക്കിയപ്പോ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന് ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഹോസ്പിറ്റൽ പ്ലാൻ, അപ്പൊ അതിൽ ആ ഒരു പിക്ചർ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. നോക്കിയ ആ ഒരു പിക്ചർ ഹോസ്പിറ്റൽ പ്ലാനിങ്. ഈ പറയുന്ന
ഏരിയയുമായി ബന്ധപ്പെട്ടും ഹോസ്പിറ്റലിന് ശരിയായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം അല്ലെ. ഇവിടെ എന്ത് കാണിച്ചിട്ടുണ്ട്? കാഷ്വാലിറ്റി ഉണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ICU, ബ്ലഡ് ബാങ്ക്, ഓപ്പറേഷൻ തിയേറ്റർ, OPD, അങ്ങനെ എല്ലാ ഇടങ്ങളുമായി ബന്ധപ്പെട്ടും ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ അല്ലെ. അവിടെ നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണം വളരെ അത്യാവശ്യമാണ്. അതില് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത് ദ പിക്ചർ റിഗാർഡിംഗ് മെഡിക്കൽ കെയർ സർവീസസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് chaotic. എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു പിക്ചർ, അതായത് ഈ ഒരു പിക്ചറിൽ പറയുന്നത് ആ ഹോസ്പിറ്റലുകൾ നൽകുന്ന മെഡിക്കൽ കെയർ സർവീസുകളുടെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് അല്ലെ. ഈ ഒരു പിക്ചർ പ്രകാരം നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളില് നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ കെയർ സർവീസുകളിൽ എന്ത് കാണുന്നത്? ഡിസ്ക്രൈബ്ഡ് ആസ് chaotic, അല്ലെങ്കിൽ chaotic എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കുഴപ്പം നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു അരാജകത്വം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ശരിയായ ഒരു പ്ലാനിങ് ഇല്ലാത്തതിനാൽ, നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മിക്ക ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക വികസ്വര രാജ്യങ്ങളും ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു കുഴപ്പം നിറഞ്ഞ ഒരു താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോസ്പിറ്റൽ ബെഡ്സ് ആർ ഇന്നാഡിക്വേറ്റ്, മതിയായിട്ടുള്ള ഹോസ്പിറ്റൽ ബെഡുകൾ ഉണ്ടാവാതിരിക്കുക. ആൻഡ് ദ ഹോസ്പിറ്റൽസ് ആർ ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ കമ്മ്യൂണിറ്റീസ് വിച്ച് നീഡ് ദം. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമായിട്ടുള്ള, അതായത് ഹോസ്പിറ്റലുകളെ കൂടുതൽ ആവശ്യമുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ക്രൗഡഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ആൻഡ് ഹെവിലി ബയാസ്ഡ് ഇൻ ഫേവർ ഓഫ് അർബൻ പോപ്പുലേഷൻ. എന്താണ്? നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ എവിടെയാ എപ്പോഴും കൂടുതലുള്ളത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാ? സിറ്റിയിലും ടൗണുകളിലും അല്ലേ? നമ്മുടെ റൂറൽ ഏരിയാസിലോ കാര്യങ്ങളിലോ അധികം ഹോസ്പിറ്റലുകൾ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതന്നെ ഇവിടെയും പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്ന മതിയായിട്ടുള്ള ബെഡ് കപ്പാസിറ്റി ഇല്ല അല്ലെ. ബെഡിന്റെ ആ ഒരു കപ്പാസിറ്റിയിലുള്ള അപര്യാപ്തത കാണുന്നുണ്ട്. ആൻഡ് ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ കമ്മ്യൂണിറ്റി, നമ്മുടെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, അതായത് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ എവിടെയാണോ അതിൽ നിന്നും ഒരുപാട് ദൂരെ. നമുക്കാണെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരാൾക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ, നല്ല സർവീസ് കിട്ടുന്ന നമ്മുടെ ജനറൽ ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജിലോ പോകണമെങ്കിൽ എവിടെ പോകണം? എവിടെയും പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് പോകേണ്ടതായിട്ട് വരും അല്ലെ. തൊട്ടടുത്ത് ചിലപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ മോസ്റ്റ്ലി ക്രൗഡഡ് തിങ്ങി നിറയുന്നത് ഏത് സ്ഥലങ്ങളിലൊക്കെയാ? നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ്. ആൻഡ് ഹെവിലി ബയാസ്ഡ് ഇൻ ഫേവർ ഓഫ് അർബൻ പോപ്പുലേഷൻ. അതുപോലെ തന്നെ അർബൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ നഗരങ്ങളിലെ എന്താണ് പോപ്പുലേഷൻസിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഫേവറിസം ചെയ്യുന്ന രീതിയിൽ ആണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോ ഹോസ്പിറ്റലുകൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ നമ്മുടെ നഗരങ്ങളിലെ ആളുകൾക്ക് അല്ലെങ്കിൽ അർബൻ പോപ്പുലേഷനിലുള്ള ആളുകൾക്ക് ഫേവറിസം ചെയ്യുന്ന രീതിയിലാണ് ഹോസ്പിറ്റലുകൾ ബിൽഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. രണ്ടു കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇതുപോലെ ഹോസ്പിറ്റലില് ഓരോരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സർവീസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ആസൂത്രണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളിൽ ഈ മെഡിക്കൽ കെയർ സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു താറുമാറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അരാജകത്വം നിറഞ്ഞൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. മതിയായിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ അപര്യാപ്തത ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ അടുത്തല്ലാതെ ദൂരെ മാറിയായിരിക്കും ഹോസ്പിറ്റലുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ടൗണുകളിലും സിറ്റികളിലുമാണ് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹെവിലി ബയാസ്ഡ് ഇൻ ഫേവർ ഓഫ് അർബൻ പോപ്പുലേഷൻ. നഗരങ്ങളിലുള്ള പോപ്പുലേഷന്റെ അനുകൂലമായിട്ട് ഒരു വിവേചനം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്ന പറയുന്നത്. ഗ്രാമങ്ങളിലുള്ള ആളുകളെ അല്ല കൂടുതലും അവിടെ പ്രിഫറൻസ് അവർ ഫേവറിസം ചെയ്യുന്നത്, മറിച്ച് എവിടെയുള്ളത് അർബൻ പോപ്പുലേഷനുള്ള ആളുകൾക്കാണ് ഫേവറിസം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വിവേചനം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതലും ടൗണുകളിലും സിറ്റികളിലുമായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ ബിൽഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? രണ്ട് സെന്റൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പറയുന്നത് മാത്രം കേട്ടോ.
Then, as a result, although the average national bed population ratio is less than 0.8 beds per 1,000 population, and it is as high as 2.5 beds per 1,000 population in metropolitan centers like Delhi and Mumbai, and as low as 1 bed per 3,700 to 14,000 population in rural and tribal areas in India. ഇവിടെ പറയുന്നത് ഒരു ആവറേജ് നാഷണൽ ബെഡ് പോപ്പുലേഷൻ ആണ്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു നാഷണൽ ബെഡ് പോപ്പുലേഷനില് നമ്മുടെ ഒരു നാഷണൽ ബെഡ് പോപ്പുലേഷൻ ഒരു ആവറേജ് 1.3 2.2 ഒക്കെ ഉണ്ടാവണം. അതേസമയം ആ ഒരു റേറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനില്ല. ജസ്റ്റ് അത് ഓരോന്നിന്റെയും ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ഒരു 1000 പോപ്പുലേഷന് സാധാരണ ഉള്ള ആവറേജ് നാഷണൽ ബെഡ് പോപ്പുലേഷനിലും താഴെയാണ് ശരിക്കും നമ്മുടെ ഇപ്പൊ ഇന്ത്യയില് ബെഡ് പോപ്പുലേഷൻ ഇരിക്കുന്നത്. 0.8 ബെഡ് പോപ്പുലേഷൻസ് ആണ് ഇപ്പോ, അതായത് ആവറേജ് എന്നതിലും താഴെയായിരിക്കുന്നു. ഇത് പക്ഷേ ഉയരാതെ എങ്ങനെയുള്ള ഇടങ്ങളിലാ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിലൊക്കെ എപ്പോഴും വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു മെട്രോപൊളിറ്റൻ സെന്റർ പോലെയുള്ള നല്ല രീതിയിലുള്ള നഗരങ്ങളിലും അതുപോലെ പ്രധാന മൂല്യമുള്ള പട്ടണങ്ങളിലും നമ്മുടെ ഡൽഹി മുംബൈ പോലെയുള്ള നഗരങ്ങൾ അങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ സെന്ററുകളിലൊക്കെ അതിന്റെ പോപ്പുലേഷന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, 2.5 ആയിരിക്കും. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാല് ആ മോടെയുള്ള ഇടങ്ങളിലാണ് കൂടുതലും കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറുകൾ കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലായിരിക്കും. നമ്മുടെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളിൽ അതിനുള്ള ഫെസിലിറ്റികളില്ല, മതിയായിട്ടുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോസും ഇല്ല. ആൻഡ് as low as 1 bed per 3,000 3700 മുതൽ 14,000 പോപ്പുലേഷന് വേണ്ടി ഇപ്പൊ നമ്മുടെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസ് ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലിൽ എത്ര പോപ്പുലേഷൻ ഉള്ളൂ? ഒരു ബെഡ് പോപ്പുലേഷൻ 1 ബെഡ് പോപ്പുലേഷൻ ആണ് റേഷ്യോ ആണ് ഉള്ളത്. അത്രയും വ്യത്യാസമുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മെട്രോപൊളിറ്റൻ സെന്ററുകൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇടങ്ങളിലും അതിനനുസരിച്ചുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഉയർന്ന നിലവാരത്തിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ എന്താണ് ഒരു അപര്യാപ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസില് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ മറ്റ് എല്ലായിടങ്ങളെയും അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം പോപ്പുലേഷന്റെ റേഷ്യോ പോപ്പുലേഷൻ കൂടുതലുണ്ട്, പക്ഷെ അവിടുത്തെ ആ ഒരു ബെഡ് പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കൊടുത്തിരിക്കുക. അത്രയും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആ ഒരു മെട്രോപൊളിറ്റൻ സെന്റർ പോലെയുള്ള അർബൻ ഏരിയാസിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ കൊണ്ടുവരുന്നു. അവരെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും നമ്മൾ പ്രവർത്തിക്കുന്നത്, അവരുടെ ഫേവറിസത്തിനനുസരിച്ച്. അങ്ങനെ ഒരു അപര്യാപ്തത ഈ പറയുന്ന ഓരോ ഹോസ്പിറ്റൽ സർവീസുകൾ കൊടുക്കുന്ന ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ മേഖലകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഒന്നുകൂടെ പറയാണ്ട് ആദ്യം മുതലാണ് മിസ് പറയുന്നത്. ഈ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇപ്പൊ നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപാകതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അരാജകത്വങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അപര്യാപ്തതകളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക വികസിത രാജ്യങ്ങളിലും ഈ പറയുന്ന മെഡിക്കൽ കെയർ സർവീസുകളിൽ ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു താറുമാറായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതായത് മതിയായിട്ടുള്ള, അതായത് എല്ലാ ഹോസ്പിറ്റലും ഒരുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ, പക്ഷെ ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് ഹോസ്പിറ്റൽസിൽ മതിയായിട്ടുള്ള ചിലപ്പോൾ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഉണ്ടാവുന്നില്ല, അതിൽ അപര്യാപ്തത ഉണ്ടാവാം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ബെഡ് കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ആവശ്യമായിട്ട് കമ്മ്യൂണിറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ തൊട്ടടുത്തോ കാര്യങ്ങളോ കിട്ടാതെ ദൂരെയായിട്ട് പ്ലേസ് ചെയ്യും ലൊക്കേഷൻ വരാം. അതുപോലെ അർബൻ പോപ്പുലേഷന്റെ നഗരങ്ങളിലെ പോപ്പുലേഷന്റെ ഫേവറിസം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ ഒരു വിവേചനം നമുക്കിവിടെ കാണാറുണ്ട്.
സാധിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന നമ്മുടെ സാധാരണ നമ്മുടെ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ റൂറൽ ട്രൈബൽ ഏരിയാസിലുള്ള ഹോസ്പിറ്റലുകളിലോ അവിടുത്തെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോ, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചുള്ള ബെഡിന്റെ എണ്ണം കൊടുക്കണ്ടേ ഹോസ്പിറ്റലുകളില്? പക്ഷേ അതവിടെ നടക്കുന്നില്ല. മറിച്ച് അതേസമയം ഒരു മെട്രോപൊളിറ്റൻ സെന്റർ പോലെയുള്ള പ്രാധാന്യമുള്ള നഗരങ്ങളിലോ പട്ടണങ്ങളിലോ ആണെങ്കിൽ അവിടുത്തെ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ആ പോപ്പുലേഷൻ അനുസരിച്ച് തന്നെ ആ ഒരു ബെഡിന്റെ കപ്പാസിറ്റിയും അവർ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ അർബൻ പോപ്പുലേഷനെ ഫേവറിസം ചെയ്തുകൊണ്ടാണ്. അതേസമയം നമ്മുടെ റൂറൽ ഏരിയ അല്ലെങ്കിൽ ഒരു ട്രൈബൽ ഏരിയയിലെ ഹോസ്പിറ്റൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ പോപ്പുലേഷന്റെ എണ്ണത്തിനനുസരിച്ചല്ല, അത്രയും പോലും എന്നാൽ ആ പോപ്പുലേഷന് ഒരുപാടുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള പര്യാപ്തമായിട്ടുള്ള ബെഡുകളുടെ ആ ഒരു കപ്പാസിറ്റി ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു വിവേചനം നമുക്ക് എടുത്ത് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ചെയോഡിക് എന്ന് പറഞ്ഞാല് അരാജകത്വം അല്ലെങ്കിൽ താറുമാറായിട്ടുള്ള ഒരു അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുഴപ്പം നിറഞ്ഞ അല്ലെങ്കിൽ താറുമാറായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ വേർഡ് അരാജകത്വം എന്നാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതൊന്ന് വായിച്ചിട്ട് വരാം ട്ടോ. താങ്ക് യു.